റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലവറും കുറച്ച് പറങ്കിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകും പിന്നെ മറ്റേ കോഴീനെ പൊരിക്കുന്ന ചിക്കൻ മസാല ഇല്ലേ അതുമാണ്. പിന്നെ കുറച്ച് ഉപ്പും ആണ് ഈ മസാല ഇടാൻ ഉപയോഗിച്ചത്, മസാലയാക്കാൻ. ഇതിലേക്ക് നമ്മൾ പച്ചക്കായ അരിഞ്ഞത് ഇടാൻ പോവുകയാണ്. എല്ലാം ഇടാൻ പോകും. ഇത്രയാണുള്ളത്. മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം വേണ്ട, പച്ചക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കായ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് എരിവ് കൂടുതലാണ്, കുറച്ച് ഉപ്പിടാം. ഞാൻ എല്ലാം വീവലാന്നല്ല ഗൈസ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പഴം നീളത്തിലാണ് മുറിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലും മുറിക്കാം. നമുക്ക് പൊരിക്കാൻ്റെ അടുത്തേക്ക് പോവാം. പൊരിക്കാനാകുമ്പോൾ നമുക്ക് എണ്ണ വെച്ചിട്ട് ഇതിടാം. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പം ഇതിടാം. അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട്. അമ്മ ഇടാനായാ പൊരിയുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മൂന്നാണ് ഫസ്റ്റ് ഇടാൻ. മൂന്നാണ് ഇടാനുള്ള സ്ഥലം ഇല്ലു. ഇനി ഇത് ചുവപ്പ് കളറാവുന്നവരെ പൊരിച്ചെടുക്കുക. പൊരിച്ച് കഴിഞ്ഞിട്ട് കാണാം. എല്ലാം വീഡിയോ എടുക്കുന്നതാണ് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് പഴം പൊരിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇടാൻ നല്ല പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തിന്നോക്കാം. നല്ല ചൂടാണ്. ചൂടാറി തിന്നാം. സോസ് നോക്കി തിന്നാം. അപ്പോൾ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പൊരിഞ്ഞ സാധനം എടുക്കാം. സൂപ്പർ സാധനം. എല്ലാവരും വീട്ടിൽ ആക്കി നോക്ക്. ഞാനൊന്നും നോക്കട്ടെ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അമ്മാമ്മയും ഏട്ടനെയും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെയുണ്ട്. ഇനി ഓർഡർ കൊടുക്കാം. അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ? എല്ലാരും സൂപ്പറാണെന്നാ പറയുന്നത്.